ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈസി മിനി ഷവർമ റെസിപ്പി ആയിട്ടാണ്. ഇതിലേക്ക് ആവശ്യമുള്ളത് കുബൂസും സാദിയ ചിക്കൻ ഷവർമ എന്ന് പറയുന്ന പാക്കറ്റുമാണ് കേട്ടോ. വേറെ ഒന്നും അതിലേക്ക് ആവശ്യമില്ല. അപ്പം നേരെ റെസിപ്പിയിലേക്ക് എടുക്കാം. ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കുബൂസാണ്. വലിയ കുബൂസല്ല, മിഡിൽ സൈസായിട്ടുള്ള കുബൂസ്. അത് ഇതേപോലെ തന്നെ പകുതിയാക്കി മുറിക്കുക. കുബൂസ് ഒറ്റ പൊള്ളനായിട്ടാണല്ലോ വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളിൽ കംപ്ലീറ്റ്ലി വാക്വമായിട്ടുള്ള സ്പേസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഷീറ്റ്സ് കിട്ടാൻ സാധിക്കും. അപ്പോൾ സൈഡൊക്കെ ഇതേപോലെ തന്നെ വെട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു കുബൂസിൽ നിന്നും 4 ഷീറ്റ് കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡ്സ് എല്ലാം വെട്ടി കളഞ്ഞു കഴിഞ്ഞാൽ ഒരു കുബൂസിൽ നിന്നും 4 ഷീറ്റ് കിട്ടി. ഇതാണ് സാദിയ ചിക്കൻ ഷവർമേൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ് കേട്ടോ. ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഉപ്പും എരിവും ഒക്കെ ഇതിൽ ഓൾറെഡി ആഡഡ് ആണ്. ഒരു പത്തിരി ഇല്ലേ, കുറച്ച് കട്ടിയുള്ള പത്തിരീൻ്റെ വലുപ്പത്തിലേ ഉണ്ടാവുള്ളൂ. നല്ല ചീകിയ പോലെയേ ഉള്ളൂ. പിന്നെ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താൽ ഫ്രൈ ചെയ്ത് എടുക്കേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. പിന്നെ ഞാനിത് ചെയ്യുന്ന സമയത്ത് ഞാൻ ക്യാമറ ഓണാക്കാൻ മറന്നു. ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല കേട്ടോ. പാനിൽ ചിക്കൻ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുക. പിന്നെ അതിലേക്ക് പാസ്ലി ചോപ്പ് ചെയ്തതും ടൊമാറ്റോ ചോപ്പ് ചെയ്തതും ഇടുക. വേറെ ഒന്നും ചെയ്യാനില്ല കേട്ടോ. അപ്പോൾ പ്ലേറ്റിംഗ് ആണ് ഇനിയുള്ളത്. ഇതിനായിട്ട് ഹെൽത്തി വേർഷനായ കാരണം ഞാൻ ഷീറ്റ്സ് എടുത്തു. ഷീറ്റ്സിൽ ഞാൻ ഹമ്മൂസാണ് കേട്ടോ ചേർത്തത്. എന്നിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ കൂട്ടില്ലേ, ചിക്കൻ്റെ മസാല ഉള്ള ആ കൂട്ടുകളെല്ലാം ഇട്ട് കൊടുത്തു. പിന്നെ ഇതിലേക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഉപ്പിലിട്ടുണ്ടല്ലോ, അത് ഞാൻ താഴെ ഷവർമ ഷോപ്പിൽ നിന്നും 1 ദിർഹത്തിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ വെറുതെ എന്തിനാ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറേ കഴിക്കില്ലേ, അതിലും നല്ലതെന്താ, 1 ദിർഹത്തിന് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടുന്ന സമയത്ത് ഞാൻ അങ്ങനെ വാങ്ങിക്കുക ചെയ്യുക കേട്ടോ. പിന്നെ അതേപോലെ അതിൻ്റെ സൈഡ്സൊക്കെ എന്ത് ചെയ്യുക, ഇതേപോലെ ഒരു മൈദയിൽ ആക്കിയിട്ട് ജസ്റ്റ് എന്ത് ചെയ്താൽ ഒന്ന് സൈഡ്സൊക്കെ ആക്കിയിട്ട് ഒന്ന് ഒട്ടിച്ച് വെക്കുക. എന്നിട്ട് നേരെ നമ്മുടെ ഫ്രൈയിങ് പാനിലേക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നിരത്തി കൊടുക്കുക. അതിനുശേഷം എനിക്ക് ഗ്രില്ലഡ് പാൻ ഇല്ല, ഉണ്ടെങ്കിൽ അതായിരിക്കും നന്നാവുക. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്തോളൂ കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നന്നായി നിരത്തി വെച്ചതിന് ശേഷം ഓയിലൊന്ന് ജസ്റ്റ് ഒന്ന് മുകളിൽ കൂടെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ സ്പ്രിങ്ക്ലറും ഇല്ല, അപ്പോൾ ജസ്റ്റ് അതിലേക്കൊന്ന് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചെടുത്തതിന് ശേഷം ഞാനൊരു പാൻ വെച്ചിട്ടാണ് അതൊന്ന് മൂടി വെച്ചത്. ജസ്റ്റ് ഒന്നൊരു ഗ്രില്ല് പോലെ ഒന്നാവാൻ വേണ്ടിയിട്ട് കുറച്ച് പഴയ പാൻ ഉണ്ടായിരുന്നു, അതാണ് അതിൻ്റെ മുകളിൽ വെച്ചത്. പിന്നെ അതൊന്ന് ചൂടായതിന് ശേഷം മറിച്ചു ഇട്ടിട്ട് ഒന്ന് ആക്കിയെടുത്തു കേട്ടോ. വളരെ എളുപ്പമാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ സാധനം വാങ്ങി വെക്കുകയാണെങ്കിൽ തന്നെ കുറച്ചും കൂടെ ഹെൽത്തിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ലെറ്റ്യൂസ് പോലുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഒന്നുമില്ല, അവസാനം എന്ത് ചെയ്യുക, നന്നായിട്ട് പ്ലേറ്റ് ചെയ്യുക. ബാക്കിയുള്ള ഹമ്മൂസ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, കഴിക്കാൻ പറ്റും. ഭയങ്കര ഈസിയാണ്. വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് തന്നെ നോമ്പിനും അല്ലാത്ത സമയത്തൊക്കെ ഫില്ലിംഗ് ആയിട്ടുള്ളതാണ്. കൂടുതലായിട്ടുള്ള ഒന്നും നമുക്ക് ആവശ്യമില്ല. ഞാനും വെറും 3 കുബൂസ് കൊണ്ടാണ് ഇത്രയും ഷവർമ ഉണ്ടാക്കിയെടുത്തത്.